ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഷിംലയിലെ രണ്ടാമത്തെ ദിവസത്തിലെ വീഡിയോ ആണ് കേട്ടോ. രണ്ടാമത്തെ ദിവസത്തിലെ കാഴ്ചകളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയത്. എന്താണ്, ഷിംല വന്നിറങ്ങി, പിന്നെ ഷിംല റൂം എടുത്തു, പിന്നെ ഒന്ന് ജസ്റ്റ് മാൾ റോഡ് വരെ പോയി. അപ്പോൾ നമ്മൾ ഷിംലയിൽ ഇന്ന് രണ്ടാമത്തെ ദിവസം നമ്മൾ ജാക്കു ടെമ്പിളിലോട്ടാണ് പോകുന്നത്. പിന്നെ നമുക്ക് കുഫ്രി പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. കുഫ്രിയിൽ പിന്നെ സ്നോ ചോദിച്ചപ്പോൾ സ്നോ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഷിംലയിൽ പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് സ്നോ എന്തായാലും കാണണം. സ്നോ കാണാൻ വേണ്ടിയിട്ടും കൂടെയാണ് വന്നത്. അപ്പോൾ എന്തായാലും സ്നോ കാണാൻ വേണ്ടി എന്തായാലും കുഫ്രി പോയാൽ നടക്കില്ല എന്ന് വിചാരിച്ചിട്ട്, സ്നോഫോൾ കുറവാണ്, സ്നോ ഇല്ല എന്നാണ് പറഞ്ഞത്, സ്നോ കുറവാണെന്നാണ് പറഞ്ഞത്. പിന്നെ ആർട്ടിഫിഷ്യൽ സ്നോ ഉണ്ട്, അത് വേണമെങ്കിൽ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിന് താല്പര്യമില്ല. അങ്ങനെ ഞങ്ങൾ പ്ലാൻ മാറ്റി മണാലി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ, റൂമിൻ്റെ പുറത്ത് ഇറങ്ങിയപ്പോഴത്തേന് ഇങ്ങനെ തറയിലിങ്ങനെ വെള്ളം ഇങ്ങനെ ഐസായതുപോലെ കണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ആദ്യം വിചാരിച്ചു രാത്രിയിൽ -2-3 ഡിഗ്രിയൊക്കെ ആയായിരുന്നു, ഏകദേശം ഒരു 12 മണി ആ സമയത്തൊക്കെ. അപ്പോൾ എന്തായാലും നൈറ്റിൽ പിന്നെ കുറഞ്ഞ് കാണും, താഴാനേ ഉള്ള ചാൻസ്. അപ്പം നമ്മൾ വിചാരിച്ചു അതിൻ്റെ വെള്ളം അങ്ങോട്ട് പോകുമ്പം വെള്ളമായിട്ട് കിടപ്പുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് ഐസായതായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴത്തേന് കാറിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പിന്നെ ഇലയിലൊക്കെ ഇങ്ങനെ പൊടി പോലെ ഇങ്ങനെ ഉണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി സ്നോഫോൾ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഏട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് രാത്രി സ്നോഫോൾ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യത്തെ സ്നോ അല്ലേ, സ്നോ കാണുകയാണ്. ഭയങ്കര സന്തോഷത്തിൽ നമ്മൾ സ്നോ വാരിയെടുക്കാനൊന്നും പറ്റൂല, കാറിലിങ്ങനെ ഒട്ടി പിടിച്ചിട്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് തൊട്ട് നോക്കുക, എന്നിട്ട് പേരൊക്കെ അതിൽ കാറിലൊക്കെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി. അപ്പോൾ സ്നോ കണ്ട സന്തോഷം അതിങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് വീട്ടിലൊക്കെ കാണിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല തണുപ്പുണ്ട്, ഇങ്ങനെ വാരുമ്പോൾ നല്ല തണുപ്പുണ്ട്. എന്നാലും നമ്മളതൊക്കെ സ്നോ കണ്ടപ്പോൾ ശരിക്കും ഞാനതൊക്കെ മറന്നു കേട്ടോ, തണുപ്പും ഇതൊക്കെ മറന്ന്. പിന്നെ എനിക്ക് അത്യാവശ്യം തണുപ്പുണ്ടെങ്കിൽ ഞാനത് എൻജോയ് ചെയ്തു. അധികം എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഏട്ടനും നയന അവർ ഫുൾ എപ്പോഴും കവറായിട്ട് തലയിൽ മാസ്കും ഇതൊക്കെ ഇട്ടിട്ടാണ് എപ്പോഴും നടക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഏട്ടനും തണുപ്പ് ഇച്ചിരി കുറവായതുകൊണ്ട് പിന്നെ ടീഷർട്ട് ഇച്ചിരി കട്ടുള്ള ടീഷർട്ടായിരുന്നു, അതുകൊണ്ട് ജാക്കറ്റൊന്നും എടുത്തില്ല, വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നിർബന്ധിച്ചു, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ജാക്കറ്റ് ഇല്ലാതൊക്കെ തന്നെ വന്നത്. പക്ഷേ നയന ഫുൾ സെറ്റായിട്ടാണ് വന്നത്. അങ്ങനെ നയന ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ നയനക്ക് പുതിയ പേരും ഇട്ടു, കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ പേരിട്ട്. അങ്ങനെ ഇന്നത്തെ എല്ലാ ഡയലോഗിലും കുഞ്ഞപ്പനാണ്. നയന മാറി, ട്രിപ്പിൽ പിന്നെ നയനയുടെ പേര് കുഞ്ഞപ്പനായി. അങ്ങനെ നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പോവുകയാണ്, മാൾ റോഡിലോട്ട് പോവാം. അപ്പോൾ മാൾ റോഡിലത്തെ രാവിലത്തെ കാഴ്ചകളാണ്. അപ്പം കുറച്ച് വെയിലുണ്ട്. അപ്പം നമുക്കിങ്ങനെ കുറച്ച് നടക്കുമ്പോൾ ഇങ്ങനെ തണുപ്പ് ഫീൽ ചെയ്യും. പക്ഷേ എങ്കിലും വെയിലുണ്ടായതുകൊണ്ട് വലിയ സീനില്ല. എന്നാലും നമ്മളുടെ കാലാവസ്ഥയിൽ അവിടെ പോയതല്ല, അപ്പം നമുക്ക് ഒരു തണുപ്പിൽ നമുക്ക് പെട്ടെന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ബോഡിക്ക്. വെയിൽ കണ്ടപ്പോൾ കുറച്ച് നേരം വെയിലത്തൊക്കെ നിന്നു. പിന്നെ നമുക്ക് മണാലിക്ക് പോകാനുള്ള ബസ്സും ഒക്കെ ബുക്ക് ചെയ്യണമായിരുന്നു. അതൊക്കെ പോയി അന്വേഷിച്ച് അവരത് സെറ്റാക്കി. അപ്പോഴത്തേന് മാൾ റോഡിലോട്ട് ഇങ്ങനെ നടന്നു. അത് സെറ്റാക്കിയിട്ട് മാൾ റോഡിലോട്ട് നടന്നപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന്, സരസമേള അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കേരളത്തിൽ നിന്ന് ഒരു സ്റ്റോളുണ്ടെന്ന്. അപ്പോൾ ഇത് കേരളത്തിലെ ഒരു കുടുംബശ്രീൻ്റെ സ്റ്റോളാണ്. ഇവർ കോട്ടയം ജില്ലയെന്നാണ്. അപ്പോൾ ചേച്ചിനോട് ഇങ്ങനെ ഞങ്ങൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇവിടെ സെലക്ട് ആയെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു അവിടുന്ന് സെലക്ട് ചെയ്തതാണ്, കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വന്നത് 3 പേരുണ്ട്. 3 പേരുണ്ട്. ഇപ്പോൾ 2 പേരേ ഉള്ളൂ. ഒരാൾക്ക് പെട്ടെന്നെന്തോ വയ്യായിക അങ്ങനെ എന്തോ ആയിട്ട് തിരിച്ചു പോയി. അങ്ങനെ ആ ചേച്ചിനടുത്ത് കുറേ വർത്താനമൊക്കെ പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ നിന്ന് കണ്ടല്ലേ, മലയാളിയെ കണ്ടല്ലേ, അപ്പോൾ നമ്മൾ തീരെ വെട്ടില്ല, നമ്മൾ കത്തിയടിച്ചുകൊണ്ടാണ് നിന്ന്. പിന്നെ ഇങ്ങനെ ചോദിച്ച് ഇതേപോലെ ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടോ ഒക്കെ ചോദിച്ച്. അപ്പോൾ ചേച്ചി പറഞ്ഞത് കുഴപ്പമില്ല, വാങ്ങുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ സാധനങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ആയതുകൊണ്ട് ആൾക്കാർക്ക് ക്യാരി ചെയ്യാൻ പാടാണ്, അതുകൊണ്ട് എന്നാലും വാങ്ങുന്നുണ്ട് ആൾക്കാരെന്ന് പറഞ്ഞു.
ഞാൻ എന്നാ ചേച്ചീൻ്റെ അടുത്ത് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നു. കുറേ സ്റ്റോളുണ്ട്. ഇപ്പോൾ ഇന്നാണ് ശരിക്കും നമ്മൾ അവിടുത്തെ ഇതൊക്കെ കാണുന്നത്. ഇന്നലെ വന്നപ്പോൾ നമ്മൾ വേഗം കണ്ടിട്ട് പോകാമെന്നുള്ള ഇതിൽ വേഗം ഒന്ന് ഓടിച്ചൊന്ന് പോയതേ ഉള്ളൂ. ഇന്നാണ് ശരിക്കും നമ്മൾ അവിടുത്തെ എല്ലാം ഒന്ന് എല്ലാ എക്സിബിഷൻ്റെ എല്ലാം ഒന്ന് കാണുന്നത്, എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ പോകുന്നത്. ഇന്നലെ അതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ കൂടുതലായിട്ട് അവിടെ ഓരോ സ്റ്റേറ്റിലെയും ചിലപ്പോൾ ഫുഡ് ഐറ്റംസ് ആയിരിക്കാം, അവരുടെ പ്രത്യേകതയായിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അല്ലെങ്കിൽ എന്താണ് മറ്റേ സ്പൈസസ്, പിന്നെ എന്താണ് നെയ്തുകൊണ്ടുള്ള ഡ്രസ്സുകൾ, അങ്ങനെ ട്രഡീഷണൽ രീതിയിലുള്ള ഡ്രസ്സ്, ടിബറ്റിയൻസിൻ്റെ അങ്ങനത്തെ മാതിരി ഡ്രസ്സുകൾ, അതൊക്കെയാണ് മെയിനായിട്ട്. ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെന്താ അങ്ങനത്തെ കുറച്ച് സ്റ്റോളുകളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റോളൊക്കെ ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ കണ്ട് നടന്നു.
കുറച്ചിങ്ങനെ നടന്നപ്പോൾ പിന്നെ നമ്മൾ രാവിലെ ഒന്നും ചൂടുള്ള സാധനമൊന്നും കഴിച്ചിട്ടില്ല, ചായയും കുടിച്ചിട്ടില്ല. നമ്മുടെ കയ്യിലിരുന്ന ബ്രെഡ് തന്നെയാണ് നമ്മൾ കഴിച്ചത്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ എന്താ ചെയ്ത് അവിടെ സൂപ്പ് കണ്ടു. അപ്പോൾ നമ്മൾ സൂപ്പ് വാങ്ങി, നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലാസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒഴിച്ചൊക്കെ നോക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് സൂപ്പ് കുടിച്ചത്. അപ്പോൾ ഞാൻ പറയണം കൊള്ളാം, കുഴപ്പമില്ല. ആദ്യമായിട്ട് ട്രൈ ചെയ്തേ, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ കുടിച്ച് കുടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കാം. അങ്ങനെ ഏട്ടനും കുടിക്കാൻ ടേസ്റ്റ് ചെയ്യാനൊക്കെ, ഏട്ടൻ കുടിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഏട്ടനും കുടിക്കാനൊക്കെ കൊടുത്തപ്പോൾ നമ്മളത് കുടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാക്കി കുറച്ചുകൂടെ ഉണ്ട് സ്റ്റോളുകൾ. അപ്പോൾ നമ്മളതൊക്കെ പോയി ഇങ്ങനെ നോക്കുകയാണ്. അവിടെ എന്തോ അച്ചാർ ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ എന്താണ് കസ്തൂരി മേട്ടി, അതിൻ്റെ ഇല ഉണക്കിയത്, അതൊക്കെ ഉണ്ട് അവിടെ. പിന്നെന്തോ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ സ്റ്റോളുകളും കുറച്ചുണ്ട്. പിന്നെന്താണ് പിന്നെ ഇതുപോലെ അവിടെ ഷിംല തൊപ്പി, ഷിംലയിലെ അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ക്യാപ്പാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ നോക്കി ഞങ്ങൾ അതിനകത്ത് എന്തോ ഒരു മരത്തിൻ്റെ ഒരു കായുടെ എന്തോ ഒരു സാധനമാണ്, അതിൻ്റെ എന്തോ ഉണക്കിയ ഒരു സാധനമാണ്. അപ്പോൾ നമ്മളതൊക്കെ ചോദിച്ചത് എന്താണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരതിൻ്റെ പേരൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മളതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്ന്, അങ്ങനെ കുറച്ച് സ്റ്റോളുകളുണ്ട്, അധികം സ്റ്റോളുണ്ട്. അപ്പോൾ അത് എല്ലാം ഒന്ന് നമ്മളൊന്ന് ഓടിച്ച് കണ്ട് വീഡിയോസ് എടുത്ത്
ഇതതുപോലെ തന്നെ മറ്റേ ബാമ്പു കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസാണ്, അതിൻ്റെ സ്റ്റോളാണ്. എന്താണ് അങ്ങനത്തെ സ്റ്റോളാണ്. അപ്പം ഇവിടുത്തെ സ്റ്റോൾ നടത്തുന്ന ആൾ ഇങ്ങനെ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്, തമിഴ്നാട്ടിലൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരോടും കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് അതൊക്കെ ഒന്ന് കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. അവർ നയനൊക്കെ വാങ്ങി. നമ്മളങ്ങനെ അധികം പർച്ചേസിങ് ഒന്നും നടത്തിയിട്ടില്ല. നമ്മൾ അങ്ങനെ പർച്ചേസിങ്ങിനുള്ള ബഡ്ജറ്റ് അവിടെയൊക്കെ നല്ല റേറ്റും ആണല്ലോ. അപ്പോൾ നമ്മൾ പർച്ചേസൊക്കെ അധികം നടത്തിയിട്ടില്ല. എല്ലാം കണ്ട് ഇങ്ങനെ വന്നു, അധികം പർച്ചേസിങ്ങൊന്നും നിന്നിട്ടില്ല. അപ്പോൾ നമ്മളതെല്ലാം പോയി കണ്ട് അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ ഇതെന്തോ മറ്റേ ടേബിൾ ലാമ്പാണ്, അത് മുള കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ട് കുറേ നേരം നടന്നു. ഇതാണ് മോൾ റോഡിൻ്റെ ഏകദേശം സെൻറ്റർ എത്തി. ഇവിടെ ഒരു ഫ്ലാഗൊക്കെ ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഉണ്ട്. അപ്പോൾ ഏകദേശം സെൻറ്റർ എത്തി. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ദ റിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. അതൊരു മാൾ റോഡിൻ്റെ ചുറ്റുമുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. പിന്നെ നമ്മളിങ്ങനെ വീഡിയോസിൽ ഓരോന്നൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അടിപൊളിയാണ്, സൂപ്പറാണ്, തണുപ്പ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കും. നമ്മൾ അടിപൊളി ഇങ്ങനെ പറഞ്ഞിട്ട് ചുമ്മാ തമാശയ്ക്ക് ഇങ്ങനെയൊക്കെ പറയും.
റോഡത്ത് അത് റിഡ്ജിൻ്റെ താഴെയുള്ളൊരു ഭാഗമാണ്. അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ പോകുന്നുണ്ട്. അത് രാത്രിയിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ ജാക്കുവിലോട്ട് പോകുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ മുകളിൽ കൂടെയാണ് വഴി. ഏകദേശം ഇവിടുന്ന് ഒരു മാൾ റോഡിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അത്രാണ്ടുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ കുതിരകളെ കെട്ടിയിട്ടുണ്ട്, ഇങ്ങനെ റൈഡിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നല്ല വെള്ള കളറിലെ കുതിരകളാണ്. അപ്പോൾ നമ്മളതൊക്കെ നോക്കി നിന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ നമ്മളിങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങാണ്. അവർ പോയി, ഞാനിങ്ങനെ ലാസ്റ്റ് നിൽക്കും. അപ്പോൾ നമ്മൾ ജാക്കുവിലോട്ട് പോകുന്ന വഴിക്കാനുള്ളത് റിഡ്ജ്. അപ്പോൾ അവിടുന്ന് താഴോട്ട് നോക്കിയാൽ നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പുറത്തെ മലയൊക്കെ കാണാം. അപ്പോൾ ഇനി അവിടെ മഞ്ഞൊക്കെ പെയ്യുമ്പോഴത്തേന് അടിപൊളി സെറ്റായിരിക്കും കാണാൻ. വേറൊരു വഴിയായിരിക്കും, ഇതേപോലെ അല്ല. അപ്പോൾ നമ്മൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നിട്ട് നമ്മൾ നേരെ നടന്ന് നമ്മൾ കുറച്ചിങ്ങനെ പോയപ്പോഴത്തേന് അവിടുത്തെ കുറച്ച് പിള്ളേരെ കണ്ടു. അപ്പോൾ നമ്മൾ അവരോട്ട് ഹായ് ഒക്കെ പറയിപ്പിച്ചു. അവർക്ക് നമ്മൾ മിഠായിയൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ നമ്മൾ പിള്ളേരായിട്ട് ഹായ് ഒക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് നമ്മൾ പിന്നെ നടന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ജാക്കു ടെമ്പിൾ. അപ്പോൾ അതിൻ്റെ സ്റ്റാച്ചു ഇവിടുന്ന് നോക്കിയാൽ കാണാം. അപ്പോൾ ഇനിയും കുറച്ച് ദൂരം കൂടെ നടക്കണം, അവിടെ എത്തണം നമുക്ക്. അപ്പം കുറേ നേരം നടന്ന് കുഴഞ്ഞെന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ എന്നാലും നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറയുക സ്പീക്കർ എടുത്തിട്ടുണ്ടെന്ന് പാട്ടും കേട്ട് ഇങ്ങനെ പോകുമായിരുന്നൊക്കെ. ജാക്കു ടെമ്പിളിലെത്താൻ ഇനിയും കുറച്ചും കൂടെ ദൂരമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ കുറേ ലോങ്ങായി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ജാക്കു ടെമ്പിളെത്തി ഇതിൻ്റെ കാഴ്ചകളായിട്ട് വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.